നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ UDF-നുള്ളിലെ പ്രധാന ചർച്ച ആരാകും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലാണ്. പിന്നെ പോളിംഗ് കഴിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടെ ശക്തമായി പല രീതിയിലും പല തലത്തിലുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം നേതാക്കളെല്ലാം കൂടെ പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്ററി, വീഡിയോകളോ പുസ്തകങ്ങളോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഇതിനകത്ത് നമ്മുടെ രമേശ് ചെന്നിത്തല ജനനായകൻ എന്ന പേരിൽ ഒരു വീഡിയോ സീരീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആരുണ്ട്, VD സതീശനുണ്ട്, അടുത്ത പരിപാടിയായിട്ട് രംഗത്തുണ്ട്, KC ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ പുതിയ തലങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഗുണമുണ്ടാവോ ഇതില്? നമ്മള് അറിയേണ്ടത് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം 9 നടന്നത് വെറും വോട്ടെടുപ്പ് മാത്രമാണെന്നും അത് വോട്ടെണ്ണൽ അല്ലായിരുന്നു എന്നുള്ള വിവരവും സത്യം പറഞ്ഞ ഈ നേതാക്കന്മാരെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. അന്ന് നടന്നത് വെറും വോട്ടെടുപ്പ് മാത്രമാണ്. ആ വോട്ട് എണ്ണാനും ഫലം വരാനും 1 മാസം കാത്തിരിക്കണം. അതായത് ഇനി കുറച്ച് ദിവസം കൂടി. അപ്പൊ മെയ് മാസം 4-നാണ് ആ വോട്ടെണ്ണൽ നടക്കുന്നത് എന്നുള്ള കാര്യം. ഇപ്പോഴും UDF-ലുള്ള എല്ലാ നേതാക്കന്മാരും, പ്രത്യേകിച്ച് കോൺഗ്രസിലെ, ലീഗ് അത്രത്തോളം വരുന്നില്ല, അതിനകത്തേക്ക് ആ പ്രശ്നത്തിലേക്ക് വരുന്നില്ല ലീഗ്. അതേസമയം ബാക്കി കോൺഗ്രസിലുള്ള എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് എന്തോ ഭൂരിപക്ഷം കിട്ടി. ഇപ്പം സതീശൻ കേരളം മുഴുക്കെ പറഞ്ഞുകൊണ്ട് നടന്ന 100 സീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടി. ഞങ്ങൾക്ക് അത്ര സീറ്റ് കിട്ടി. അപ്പൊ സീറ്റ് കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേണ്ട ഇനി മുഖ്യമന്ത്രി ഉണ്ടാക്കണം. മുഖ്യമന്ത്രി ഒരാൾ വേണം. ആ മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ച് പിന്നെ ചർച്ചകൾ നടക്കുക. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KC വേണോ, ഇനി അതല്ല രമേശ് ചെന്നിത്തല വേണോ, VD സതീശൻ വേണോ, ഇങ്ങനെ ഒരു തർക്കം. ഇതിലേറെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേരുടെയും അണികൾ ഈ 3 പേരെയും ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ അങ്ങ് സജീവമാണ്. സജീവമാണെന്ന് വെച്ച് കഴിഞ്ഞാല് VD സതീശന്റെ ആൾക്കാർ VD സതീശനാണ് ഈ കേരളം കണ്ടുപിടിച്ചത് എന്ന് പറയും. കേരളത്തെ കണ്ടുപിടിച്ചത്, കേരളത്തെ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ചെടുത്തത് VD സതീശനാണ് എന്ന് പറയും. കേരളത്തിന്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് എല്ലാ ഭാവുകത്വങ്ങളും അരളി നിൽക്കുന്നത് VD സതീശനാണെന്ന് പറയും. VD സതീശനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ എന്ന് പറയും. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ കണ്ടെത്തിയത് VD സതീശനാണെന്ന് പറയും. രൂപീകരിച്ച VD സതീശനാണ് എന്ന് വരെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന നിരവധി അപദാനങ്ങൾ പാടി പാടി പുകഴ്ത്തിക്കൊണ്ട് ഒരു വിഭാഗം സതീശന്റെ സൈബർ അണികൾ ഇതിന്റെ പിന്നാലെ തന്നെയുണ്ട്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് ഈ VD സതീശന്റെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, സതീശൻ ശരി, അങ്ങനെ ആയിക്കോട്ടെ. കാര്യം സതീശൻ ഇവിടെ പുതിയൊരു യാത്ര നയിച്ച ഒരാളാണ്, അത് നയിച്ച ഒരാളാണ്, പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ്. നമ്മളത് മാറ്റിയിട്ട് വെറുതെ അടുത്ത നോക്കിയപ്പോൾ ഇതാ കിടക്കുന്നത് KC വേണുഗോപാലിനെയും സിംഹത്തിനെയൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് KC വേണുഗോപാലാണ് അത്രേ. രാഹുൽ ഗാന്ധി അവിടെ ഡമ്മിയാണ് എന്ന് സമ്മതിക്കുന്ന കോൺഗ്രസ് അണികളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. കേരളത്തിലെ രാജ്യത്തെ കോൺഗ്രസിന്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി അവിടെ സംസാരിക്കുന്നത് നമ്മുടെ KC വേണുഗോപാൽ എഴുതി കൊടുത്ത പ്രസംഗങ്ങളാണ് അത്രേ. അപ്പം എന്തിനാ പിന്നെ ഈ ദേശീയ നേതാവിനെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നേ? ഈ അണികൾക്കറിയാം KC വേണുഗോപാൽ എഴുതി കൊടുക്കുന്ന കാര്യം പിന്നെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതെന്ന്. അവര് തന്നെ സമ്മതിച്ചില്ലേ? അപ്പൊ ഈ കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച പ്രസംഗങ്ങളെല്ലാം എഴുതി കൊടുത്തത് KC വേണുഗോപാൽ. ആ രാഹുൽ ഗാന്ധി എന്ത് വിവരക്കേട് പറഞ്ഞാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? KC വേണുഗോപാൽ. അപ്പൊ ഇതൊക്കെ അണികൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മൾ ഇടതുപക്ഷക്കാർ ഇതിനെ ഒരു ആരോപണമായിട്ട് ഉന്നയിച്ചു, അവരത് അംഗീകരിച്ചു. അപ്പൊ KC വേണുഗോപാലാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി എന്ത് പ്രസംഗിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് എന്ന തരത്തിലേക്ക് അണികൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കും. അത്രയ്ക്ക് വലിയ പുള്ളിയാണ്, ബിഗ് മാർക്ക് എന്നൊക്കെ പറയില്ല, അത്രയ്ക്ക് വലിയ കക്ഷിയാണ് ഈ പറയുന്ന KC വേണുഗോപാൽ. എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പണ്ട് കരുണാകരൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് കിങ് മേക്കർ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു KC വേണുഗോപാൽ. അങ്ങനെയുള്ള KC വേണുഗോപാൽ അല്ലേ കേരളത്തിൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായി വരേണ്ടത്? അല്ലേ? അങ്ങനെയുള്ള ഒരാളല്ലേ മുഖ്യമന്ത്രി ആവേണ്ടത്? കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ പോയിരുന്നാലും ജയിക്കാൻ സാധ്യതയുള്ള ഒരാളല്ലേ KC വേണുഗോപാൽ. അപ്പൊ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാലേ പറ്റൂ. ഇനി അതല്ല, രമേശ് ചെന്നിത്തലയാണ് ഇതിന്റെ മുഴുവൻ കക്ഷി, ജനനായകൻ. ചെന്നിത്തലയേക്കാൾ വലിയ ആരുണ്ട്? എക്സ്പീരിയൻസ് കൊണ്ടാണെങ്കിലും പ്രായം കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും ചെന്നിത്തലയാണ് ഇവരെക്കാൾ മികച്ച നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഈ പറയുന്നത് ഇതിനകത്തുള്ള, അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് നടക്കുന്ന സ്പ്ലിറ്റ് ആണ്, തമ്മിത്തല്ല് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നിട്ടോ ഇനിയിപ്പോ ഓരോരുത്തരും അവരവരുടെ വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആരോ പറഞ്ഞ് KCയോട് പറഞ്ഞ് KC ഒരു പുസ്തകം ഇറക്കിയാൽ മതി എന്നത്. അങ്ങനെ KCയുടെ ജീവചരിത്രം പുറത്തേക്ക് വരുന്നു. നേരും നിലപാടും എന്ന് പറയുന്ന ഒരു പുസ്തകം KC വേണുഗോപാലിന്റെ.
പുസ്തകം ഇറങ്ങാൻ പോകുന്നു. അപ്പം പിന്നെ കറണ്ട് ബുക്സ് ആണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ആ പുസ്തകം KCയുടെ വരുന്നു. എന്ത് വിവരക്കേടാണ് എന്തോ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമുക്കറിയാൻ വയ്യ. പിന്നെ തന്നെയല്ല ഈ നിലപാടും നേരറിവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ എഴുതി വെക്കുന്ന പുസ്തകത്തിനകത്ത് ചില നിലപാടുകളെ കുറിച്ച് തുറന്ന് എഴുതണം. അതായത് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിന്റെ നിലപാടുകൾക്കെതിരെ KC വേണുഗോപാൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിനെ കുറിച്ചും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തണം. ഇല്ലെങ്കിൽ അത് അപൂർണമായി പോകുന്നേ. ഇവിടെ പിന്നെ ദേശീയ തലത്തിൽ ഇവിടെ പിന്നെ കർഷക സമരം സംഘടിപ്പിച്ചപ്പോഴും അതോടൊപ്പം ഇവിടെ ഗുസ്തി താരങ്ങൾ രംഗത്തിരുന്ന സമയത്തും KC വേണുഗോപാൽ എന്ത് നിലപാടെടുത്തു എന്നതിനെ കുറിച്ച് എഴുതണം. ആ ഭാഗം ശൂന്യമായി കിടക്കും. കേരളത്തിലെ മന്ത്രിമാരടക്കമുള്ളവർ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരടക്കം വന്നുകൊണ്ട് ഇവിടെ പിന്നെ സമരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത സമരത്തിൽ എന്തിനാണ് സമരം നടത്തിയത്? പിണറായി വിജയന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കാശെടുത്ത് കൊടുക്കാൻ വേണ്ടി അല്ല. അവിടെ കേരളത്തിനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന കേരളത്തിന് സ്വാഭാവികമായും കിട്ടേണ്ട നികുതി വിഹിതം അടക്കം ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരായിട്ടാണ് സമരം നടത്തിയത്. ആ സമരത്തിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് എന്ന് KC വേണുഗോപാൽ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തണം. അതിനെക്കുറിച്ച് കൂടി ഉണ്ടാവണം, പുസ്തകത്തിൽ രേഖപ്പെടുത്തലുകൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ അപൂർണമായിട്ട് തുടരുകയുള്ളൂ. ഇവിടെ വയനാട് പോലെ ഒരു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് പ്രിയങ്ക ഗാന്ധി കലണ്ടർ കൊടുത്ത് എന്തുകൊണ്ടാണ് എന്ന് KC വേണുഗോപാൽ എഴുതി വെക്കണം. കലണ്ടർ മാത്രം കൊടുത്ത് ഒഴിവാക്കി വിട്ടത്. അതിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും MP ഫണ്ടിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും എടുത്ത് വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി എന്തുകൊണ്ട് ചെലവാക്കിയില്ല എന്നുള്ളതിനെ കുറിച്ച് KC വേണുഗോപാൽ തന്റെ ഈ പറയുന്ന ജീവചരിത്രത്തിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ആ എഴുതുന്ന ആളോട് പറയണം, അത് എന്റെ ജീവചരിത്രത്തിൽ എഴുതുമ്പോൾ ഇതും കൂടി ചേർക്കണം എന്നുള്ള കാര്യം. ഇവിടെ ജനങ്ങളുടെ മുന്നിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അനുഭവിച്ചു ആ പാവപ്പെട്ടവരുടെ പുനരധിവാസത്തിന് വേണ്ടി പിരിച്ചെടുത്ത പണം ഏത് വഴിക്ക് പോയി എന്നുള്ളതിന്റെ കണക്കും ഈ KC വേണുഗോപാൽ അതിനകത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാതെ അവദാനങ്ങൾ എഴുതി ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ട് വായിച്ചു കേൾപ്പിച്ചിട്ട് ഒരു കാര്യമില്ലെന്നേ. ഈ പൊതുജനത്തിന് സത്യം അറിയാം KC വേണുഗോപാൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2014 മുതൽ ഇത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ സർക്കാർ BJPയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ കയറാഞ്ഞത് എന്നുകൂടി KC വേണുഗോപാൽ നോട്ടീസ് ചെയ്യണം, എഴുതി വെക്കണം. അതൊക്കെ KC വേണുഗോപാലിന്റെ പിന്നെ കഴിവ് കൊണ്ടല്ലേ, അല്ലെങ്കിൽ കഴിവില്ലായ്മ കൊണ്ടല്ലേ അത് നഷ്ടപ്പെട്ടു പോകുന്നത് കേന്ദ്ര ഭരണം? കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രിസഭ തന്നെ ആയിരുന്നല്ലോ, സർക്കാർ തന്നെ ആയിരുന്നല്ലോ UPA സർക്കാർ. എന്തുകൊണ്ട് അവർക്ക് കിട്ടാതെ പോയി വീണ്ടും? അത് KC വേണുഗോപാൽ എഴുതി വെക്കണമെന്നേ. തന്റെ ഇടം ഉണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കണം. ആ എഴുത്തിനുള്ളിൽ അവദാനങ്ങൾ എഴുതി പ്രകീർത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ പൊട്ടന്മാരാക്കാം എന്നാണ് ധാരണയെങ്കിൽ KCക്ക് അതിൽ തെറ്റുപറ്റി. അപ്പൊ അങ്ങനെ KCയുടെ പുസ്തകം ഒരു വഴിക്ക് പോകുന്നു. ജനനായകൻ എന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല എന്ത് ജനനായകത്വമാണ് കേരളത്തിൽ വഹിച്ചത്? സ്വന്തം പിന്നെ മുന്നണിയിലുണ്ടായിരുന്ന KM മാണിയെ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അയാളുടെ വീട്ടിൽ വിജിലൻസ് അന്വേഷണം രേഖപ്പെടുത്തിയതോ? ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ വിട്ടുകൊടുത്തിട്ട് ഏറ്റവും അവസാനം പുറകിൽ നിന്ന് കൈകൊട്ടി ചിരിച്ചതോ? രമേശ് ചെന്നിത്തല ജനനായകൻ. അതാ പറഞ്ഞത്, രമേശ് ചെന്നിത്തല ചെയ്ത കാര്യം ഞാൻ പറയുന്നത്. സ്വന്തം ഇലയിൽ നിന്ന് ഇഡലിയും ചോറും എടുത്ത് കഴിക്കാൻ വരെ പിന്നെ അവകാശം അനുവദിച്ചു കൊടുത്ത K കരുണാകരനെ പിന്നിൽ നിന്ന് കുത്തിയതിനോ? അല്ല അതൊക്കെ ഉണ്ടെന്നേ. അദ്ദേഹത്തിനെതിരായി ഇവിടെ പിന്നെ K കരുണാകരൻ എന്ന് പറയുന്ന ഒരാളെ കസേരയിൽ നിന്ന് വലിച്ചു താഴെയിടാനും അദ്ദേഹത്തിന്റെ മക്കളെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കി നിർത്താനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ഒരു കാർത്തികൻ അടക്കമുള്ള ഒരു എന്താ പറയാ തിരുത്തൽവാദികൾ ശ്രമിച്ചില്ല. അതിന്റെ യുവതുർക്കി എന്നായിരുന്നല്ലോ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നടത്തി. അതാണോ ജനനായകത്വത്തിന്റെ ഏറ്റവും വലിയ ഫോർമുല, അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്വാളിറ്റി? അത് രമേശ് ചെന്നിത്തല പറയണം. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യം. ഇവിടെ നമുക്ക് കായംകുളത്തിനെ ഹരിപ്പാട് മണ്ഡലത്തിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു റോഡുണ്ട്. തീരദേശം അല്ലെങ്കിൽ പോലും ഒരു സബ് റോഡുണ്ട്, ഹൈവേയിൽ നിന്ന് ഒഴിവായി നിന്നുകൊണ്ട്. ആ റോഡ് ഹരിപ്പാട് മണ്ഡലത്തിലേക്ക് കയറിയപ്പോൾ എന്തുകൊണ്ടാണ് ഇടുങ്ങിപ്പോയത് എന്നുള്ളത് രമേശ് ചെന്നിത്തല പറയണം. അതുവരെ നല്ല വീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു റോഡ്, അതായത് ശരിക്കും പറഞ്ഞ ആ റോഡ് ആരംഭിക്കുന്ന കായംകുളത്ത് നിന്ന് ആരംഭിക്കുന്ന ആ റോഡ് മുതുകുളം തുടങ്ങിയ ഭാഗങ്ങളിലൂടെ അത് ഹരിപ്പാട് മണ്ഡലം കണക്ട് ചെയ്തിട്ട് ഹരിപ്പാടേക്ക് എത്തിച്ചേരുന്ന മണ്ണാറശാലയ്ക്കൊക്കെ പോകാൻ വേണ്ടി അവിടുത്തെ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് പോകാൻ വേണ്ടിയുള്ള റോഡാണത്. ഹരിപ്പാടിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണ്. ആ റോഡ് ഹരിപ്പാട് മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് വീതി കുറഞ്ഞത് എന്നതിനെ കുറിച്ച് രമേശ് ചെന്നിത്തല വ്യക്തമാക്കണം. ജനനായകനല്ലേ? എന്ത് ജനനായകത്വമാണ് ഈ കാലയളവിനുള്ളിൽ രമേശ് ചെന്നിത്തല വഹിച്ചത്? ചോദിക്കട്ടെ. ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരായി കള്ളക്കേസ് ഉണ്ടാക്കിയതാണോ? എന്നിട്ട് ഈ ആരോപണങ്ങളെല്ലാം ഒരു പേപ്പറിനകത്താക്കിക്കൊണ്ട് 190-ലധികം പേജുള്ള ഒരു പേപ്പറും കൊണ്ട് ഹൈക്കോടതി പോയി അവിടുന്ന് ഹൈക്കോടതി ചുരുട്ടിക്കൂട്ടി മുഖത്തേക്ക് എറിഞ്ഞ് ഏറ്റവും ഒടുവിൽ അപമാന ഭാരം കൊണ്ട് തിരിച്ചു വന്ന ഒരാളാണ് ജനനായകൻ? എനിക്കറിയാൻ വയ്യ. അതാണ് ജനനായകനെങ്കിൽ.
അങ്ങനെ അതാണ് യഥാർത്ഥത്തിൽ ജനനായകനെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് രമേശ് ചെന്നിത്തല കാട്ടിക്കുട്ടി അങ്ങനെയല്ലേ? ഇവിടുന്ന് പിന്നെ കെ ഫോണിനകത്ത് അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുപോയില്ലേ? സ്പ്രിംഗ്ലർ അഴിമതി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലേ? എന്നിട്ട് എന്തായി? ഏറ്റവും ഒടുവിൽ ഡേറ്റ ചോർച്ച എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചില്ലേ? ഇവിടെ ഡേറ്റ ചോർന്നുകൊണ്ടിരിക്കുന്നു. അതിനും ഹൈക്കോടതിയിൽ നിന്ന് പോയി സർക്കാരിന് ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയോട് എന്നും ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാർ കടപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ മുഖ്യമന്ത്രി കടപ്പാടുണ്ടാവും. കാരണം അവിടെ പോയിട്ട് പറഞ്ഞു ഇതുപോലെ ഡേറ്റ ചോർച്ച ഉണ്ടായി, DA വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്കെല്ലാം പൈസ അയച്ചു കൊടുത്തു എന്ന് പറയുന്നു. അപ്പം ഹൈക്കോടതി വിലയിരുത്തി, അത് നല്ല കാര്യമല്ലേ? അതൊരു ഗുഡ് ഗവേണൻസ് ആണെന്നാണ് ഹൈക്കോടതി വിധി എഴുതിയത്. എന്നിട്ടാണ് തിരിച്ച് ഇതുമായിട്ട് അപ്പൊ സർക്കാരിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി 5 പൈസ സർക്കാരിന് ചെലവായിട്ടില്ല. അതെല്ലാം ചെയ്തു കൊടുത്തത് രമേശ് ചെന്നിത്തലയാണ്. അതാണോ ജനനായകത്വം? അതാണോ ജനനായകൻ എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല ഈ 10 വർഷത്തെ കാലയളവിനകത്ത് ഈ രമേശ് ചെന്നിത്തല ഏറ്റെടുത്ത് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഏതെങ്കിലും ഒരു ജനകീയ സമരത്തിന്റെ പേര് കേരളത്തിലെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ പദ്ധതി കൊള്ളില്ല, അതുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല, ജനങ്ങൾക്ക് ഇന്ന കാര്യങ്ങളിൽ ദോഷം സംഭവിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നിൽ നിന്നുകൊണ്ട് ഒരു സമരം നയിക്കുകയോ ആ സമരം ഫലപ്രാപ്തിയിൽ എത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഈ രമേശ് ചെന്നിത്തല? ഇല്ല. ഈ രമേശ് ചെന്നിത്തല MLA ആയിരിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ മുതൽ തന്നെ ആരംഭിച്ചു വന്നാണ് വലിയഴീക്കൽ പാലം. അതൊരു യാഥാർത്ഥ്യമാക്കി ഇടതുപക്ഷ സർക്കാരല്ലേ? ഇടതുപക്ഷ സർക്കാരാണ് അത് യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പം അതിന് പോലുമുള്ള കഴിവില്ലാതിരുന്ന രമേശ് ചെന്നിത്തല ജനനായകനാണെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ്സുകാർക്ക് ദഹിക്കുമായിരിക്കും, പക്ഷെ ഇടതുപക്ഷത്തോട്ട് വരുമ്പോൾ ദഹിക്കില്ല. ഇനിയും നമ്മൾ നോക്കിക്കോളൂ, വി ഡി സതീശൻ നിയമസഭയിൽ പ്രസംഗിച്ചതും പൊതുവിൽ പ്രസംഗിച്ചതും എല്ലാം പുസ്തക രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോവാ. അപ്പൊ അതിനെക്കാട്ടി നല്ല അതിന് വി ഡി സതീശന്റെ മഹത്തരമായ പ്രസംഗങ്ങൾ നല്ല എഴുതേണ്ടത് വി ഡി സതീശന്റെ സവിശേഷമായ 1000 നുണകൾ എന്ന പേരിടുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ, വി ഡി സതീശൻ സഭയെ പ്രസംഗിക്കുന്നതും പുറത്ത് പ്രസംഗിക്കുന്നതെല്ലാം നുണയാണ് എന്നുള്ള കാര്യം അക്കമിട്ട് കൃത്യമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സൈബർ സഹാക്കന്മാരെല്ലാം കൂടിയിട്ട്. ഇപ്പം സൈബർ ലോകം വളരെ വിജിലന്റ് ആണ്. ഇപ്പം വി ഡി സതീശൻ ഒരു കള്ളം പറഞ്ഞാൽ ഇന്ന് ഒരു മാറ്റി പറഞ്ഞാൽ ഏകദേശം 5 വർഷത്തിന് മുമ്പ് വി ഡി സതീശൻ എന്താ പറഞ്ഞെന്നുള്ളത് ആ സൈബറിൽ ഇല്ലാതിരിക്കുന്ന കുട്ടികൾ ഉടനെ എടുത്ത് കട്ട് ചെയ്തിട്ട് വേണ്ട പണ്ട് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് കള്ളത്തരം ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. ഫാക്ട് ചെക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന്. അതാണോ വി ഡി സതീശൻ? ഏതായാലും അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി കഴിഞ്ഞാൽ അവിടെ നിന്ന് സഭയിൽ നിന്ന് വാക്കൗട്ട് ചെയ്യുന്ന ഒരാളാണോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ? അതൊക്കെയാണോ ഈ വി ഡി സതീശന്റെ പ്രസംഗങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പുസ്തകമായിട്ട് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ള ഒരു സംശയവും കേരളത്തിലെ സ്വാഭാവികമായിട്ടുണ്ട്. പിന്നെ ഇവര് ഈ 3 പേരും തമ്മിലുള്ള അടി ഇനിയും എന്തായാലും റിസൾട്ട് വരുമ്പോ അറിയാം. ഫലം ഒന്നുമില്ല, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ അത്രേ ഉള്ളൂ. അല്ലാതെ ഇവര് 3 പേരും കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം. ഇപ്പൊ നമ്മൾ പറയുന്നത് ആലപ്പുഴയുടെ സ്വന്തം MP ആണ് KC വേണുഗോപാൽ. ഈ കേരളത്തില് നമുക്കിവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾ ടൗണുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എലവേറ്റഡ് ഹൈവേ ആക്കി എന്നും പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ പ്രചരണം നടത്തി. എന്നിട്ട് ആലപ്പുഴ ജില്ലയിൽ എവിടെയാണ് ആലപ്പുഴ എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം തെക്കൻ മേഖലയുണ്ട്, ഈ കായംകുളം തുടങ്ങിയ ഭാഗങ്ങൾ, അവിടെ എവിടെയാണ് എലവേറ്റഡ് ഹൈവേ ആയത്? അവിടെ എല്ലായിടവും ഈ കീറി മുറിച്ചിട്ടേക്കുന്ന പോലെ ഹൈവേയുടെ അപ്പുറം രണ്ടായി മാറി. എവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം മുതൽ മാത്രമാണ് അങ്ങോട്ടേക്ക് എലവേറ്റഡ് ഹൈവേ ആക്കിയിരിക്കുന്നത്. കായംകുളം മണ്ഡലം പ്രതിഭയുടെ ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് വരുന്നില്ല. അവിടെയും പൊളിറ്റിക്സ് കളിക്കുക ചെയ്ത്. കായംകുളം മണ്ഡലം എന്ന് പറഞ്ഞാൽ പ്രതിഭയുടെയാണ്. അവിടുന്ന് ഹരിപ്പാട് മണ്ഡലം മുതൽ അങ്ങോട്ടേക്കാണ് ഈ പറയുന്ന എലവേറ്റഡ് ഹൈവേ എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോയത്. അവിടെയും ഈ പറയുന്ന പോലെ KC വേണുഗോപാൽ ജനങ്ങളെ പറ്റിച്ചതാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവർക്കെതിരെ പറയാനുണ്ട്, നിരവധി കാര്യങ്ങൾ. അപ്പൊ അവർ പുസ്തകം ഇറക്കട്ടെ, ആദ്യം പുസ്തകങ്ങളെല്ലാം പുറത്തേക്ക് വരട്ടെ, എന്നിട്ട് ഈ പറയുന്ന കോൺഗ്രസ്സുകാരെല്ലാം കുത്തിയിരുന്ന കൊണ്ട് വായിച്ച് സാഹിത്യം അടയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.